എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ അങ്ങനെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ അലീനയ്ക്ക് നന്നായിട്ട് അറിയാലോ നമ്മളെക്കാളും എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണെന്ന്. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, അലീനയെ അവിടെ കൊണ്ടുവിട്ട് പോരുമ്പോൾ അങ്കിളിന് ഒന്നും തോന്നിയില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾ കിടപ്പാട്ടൂരിലുണ്ടായിരുന്നപ്പോൾ ഒരു ഭംഗിയായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഒരു ബലവും അതുപോലെ തന്നെ ഇതൊക്കെ ആയിരുന്നു അവൾ എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് ആ വീട്ടിലേക്ക് കിടപ്പാട്ടൂരിലേക്ക് തിരിച്ചു വരാനേ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിൽ റൂം എടുത്ത് നിൽക്കുകയാണ്. അലീനയെ കൊണ്ടുവിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോരാൻ പറ്റില്ലല്ലോ, അവളുടെ ചുറ്റും ആളുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഇവിടെ തന്നെ റൂം എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയട്ടോ. പിന്നീട് സ്റ്റാൻലി ഒരുപാട് മാറാനുണ്ട്, അയാൾക്ക് ഇപ്പോഴും ഒരു കമാൻഡിങ് ജീവിതമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനുവിനോട്. അപ്പം മനും പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനിപ്പോൾ കിടപ്പാട്ടൂർ നിൽക്കുകയാണല്ലോ, ഇവിടുന്ന് ഒരാളെ പോയിട്ടുള്ളൂ, അപ്പോൾ ഒരാൾ പോയതിൻ്റെ ഇത് നല്ലോണം അറിയുന്നുണ്ട് എന്നൊക്കെ മനു പറയും കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യുകയാണെന്ന് പറയട്ടെ. മനു ഇടയ്ക്ക് വിളിച്ചോളാന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ രാത്രി അലീനനെ വിളിച്ച് ആശ്വസിപ്പിക്കണം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് വണ്ടി നിർത്തിയിട്ട് ബാലേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ പറയാം, അത് എന്തൊരു ജീവിതമാണ് എന്ന് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് കയറിയതാണ് കേട്ടോ വൈജയന്തി. മുകളിലത്തെ റൂമിലേക്ക് കയറി വന്നിട്ട് അവിടെ എല്ലാം തിരയാണ്. അവിടെ ഉണ്ടായിരുന്ന കുറേ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലാപ്ടോപ്പൊക്കെ തുറന്ന് അതും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇവിടെ ഒരു കള്ളന്മാരെ പോലെ ഇങ്ങനെ ഓരോന്ന് തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഇത് അച്ഛൻ്റെ റൂമല്ലേ, അച്ഛൻ്റെ റൂമിൽ കയറാൻ അമ്മയ്ക്ക് പെർമിഷൻ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നത്, ഇതെൻ്റെ ഭർത്താവിൻ്റെ റൂമാണ്, എനിക്ക് എന്താ ഇവിടെ കയറാൻ പാടില്ലേ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും മനു വന്നിട്ട് ചോദിക്കും, ആൻറ്റി എന്താ ഇവിടെ, ഇത് അങ്കിളിൻ്റെ റൂമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ കയറാൻ ഞാൻ ഇപ്പോൾ ആരോടൊക്കെ പെർമിഷൻ ചോദിക്കണം എന്നൊക്കെയാണ് വൈജയന്തി മനുവിനോടും പറയുന്നത് കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അമ്മ ഇവിടെ കള്ളന്മാരെ പോലെ ഓരോന്നിങ്ങനെ തെരയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്, എടാ രോഹിത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയും, അമ്മ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ തോന്നി എന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ആ ലാപ്ടോപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ അറിയണമായിരുന്നു, ഊരും പേരും അറിയാത്ത അവൾക്ക് ഇങ്ങനെ എന്തെല്ലാം വാരി കോരി കൊടുത്തു എന്ന് അറിയണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ മനു ചോദിക്കും, ഓ അപ്പോൾ അതിനായിരുന്നോ ഇവിടെ ഈ സെർച്ച് നടത്തിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആരാ നിൻ്റെ അഭിപ്രായം ചോദിച്ചത്, എനിക്ക് എൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകും കേട്ടോ. മനു പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന്. പിന്നീട് അലീന വീടെല്ലാം ആൻ്റപ്പൻ ചേട്ടനാണെങ്കിൽ വീടെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മുകളിലെ ബെഡ്റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, താഴെയുള്ള ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പമുള്ള റൂമുകളൊക്കെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ അവിടേക്ക് ആരാ താമസിക്കുന്നു ചോദിക്കുമ്പോൾ ആരും താമസിക്കുന്നില്ല എന്ന് ആൻ്റപ്പച്ചൻ്റെ പറയുന്ന സമയത്ത്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കിയിട്ടിരിക്കുകയാണ്, കുറേ കഴിയുമ്പോൾ ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് വേറെ ആരെങ്കിലും പണിയുമെന്നൊക്കെ അലീന പറയുമ്പോൾ അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ആൻ്റപ്പച്ചേട്ടനാണെങ്കിലും പിന്നെ പുറത്തൊക്കെ നടന്ന് അവിടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. റബ്ബർ തോട്ടമൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ കേണൽ സാറപ്പ് കൊണ്ടുപോയിക്കോളും എന്നൊക്കെ അലീനയോടും പറയുന്നുണ്ടായിരുന്നേ ആൻ്റപ്പൻ ചേട്ടൻ. പിന്നീട് അത് കഴിഞ്ഞ് വൈജയന്തി ആണെങ്കിൽ താഴെ മക്കളുടെ അടുത്തേക്ക് ചെന്നതാണ് കേട്ടോ ആ ലാപ്ടോപ്പ് എടുത്ത്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, 12.5 പവനും 17,000 രൂപയുടെ ഡ്രസ്സുമാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തിനാണ് കൊടുത്തത്, ഇതൊക്കെ ബാലേന്ദ്രൻ അവൾക്ക് കൊടുത്തത് തന്നെയല്ലേ, നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇതിനോട് ഇപ്പോൾ ഒരു സംശയം ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ ഒരു സംശയം ഇല്ലേന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, അത് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അച്ഛൻ കൊടുത്തത് അലീന ചേച്ചിക്ക്, ആ ഓർണമെൻറ്റ്സും എല്ലാം ഞങ്ങൾ തന്നെയാണ് അലീന ചേച്ചിക്ക് ഇട്ട് കൊടുത്ത് അലീന ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞയച്ചെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇത് എന്തിനാണ് കൊടുത്തത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്കൊന്നും പറയാനില്ലേന്ന്. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, ആ 12.5 പവൻ്റെ കൂടെ ഒരു 2.5 പവനും കൂടെ കൂട്ടി 15 പവൻ കൊടുക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ, വെറുതെ എന്തിനാ അവൾക്കത് കൊടുക്കുന്നത്, എന്തിനാ അത് അവൾക്ക് കൊടുത്തത്, നമ്മുടെ പൈസയാണിത് എന്നൊക്കെ പറയും. അപ്പം മനുവിനോട് എന്ന് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. അപ്പം മനു പറയും, ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു 19 പവനെങ്കിലും കൊടുക്കണ്ടേന്ന് പറയും. അപ്പോൾ ബബിത പറയുകയാണ്, എനിക്ക് 50 പവനൊന്നും പോരാ, 101 പവൻ വേണമെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ബബിതയ്ക്ക് 101 പവൻ കൊടുത്താൽ കൃഷ്ണമോൾക്കും അതന്നെ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് കൊടുക്കാം, പക്ഷേ ഇത് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അവൾക്ക് എന്തിനാ കൊടുത്തതെന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ മനു പറയാം, അത് അലീന ചെയ്ത സേവനത്തിൻ്റെതായിട്ട് അങ്കിൾ കൊടുത്തതായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ, അവൾ എന്ത് സേവനം അവിടെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും മനു എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്കിളിന് അങ്ങനെ അറ്റാക്ക് വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു, അതുപോലെ തന്നെ രോഹിത്തിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അലീന ചെയ്തല്ലോ. അപ്പം അതൊന്നും വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ ഇവിടെ ഒരുപാട് പേര് അലീന ഇല്ലാതെ കുഞ്ഞുമോളും അതുപോലെ തന്നെ ആരുടെയൊക്കെ പേര് പറയുന്നുണ്ട് കേട്ടോ, അവർക്കൊന്നും കൊടുത്തില്ലല്ലോ, പിന്നെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്നും ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അലീന രോഹിത്തിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാര്യം
കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും വൈജയന്തിക്ക് ഭയങ്കര പുച്ഛമാണ് കേട്ടോ. അവളൊന്നും ചെയ്തിട്ടില്ല. രോഹിത്ത് രക്ഷപ്പെട്ടത് ആ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ടാണ്. രോഹിത്ത് അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ലേ. കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മ തന്നെ ഇങ്ങനെ ഓരോ ചളി പറഞ്ഞ് അമ്മയുടെ വില കളയല്ലേ എന്ന് പറയും. അപ്പോൾ എൻ്റെ വില കളയാൻ ആർക്കും പറ്റത്തില്ല. അത് ഞാൻ തന്നെയാണ് എനിക്ക് വില ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ബബിത കളിയാക്കൂട്ടോ. ഓ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് അതുപോലെ തന്നെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അലീനയുടെ തൊലി വെളുപ്പ് കണ്ടിട്ടാണ് ബാലേന്ദ്രൻ അവൾക്ക് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനുവിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കൊടുത്തത് എന്തിനാന്ന് ചോദിക്കും എന്നും പറയുന്നുണ്ട്. ബാലേന്ദ്രനോട് ചോദിക്കും എന്ന് പറയുമ്പോൾ ആൻറ്റി ചോദിച്ചോ, കിട്ടുന്നത് മേടിക്കുകയും ചെയ്തോ എന്ന് പറയും കേട്ടോ. പിന്നീട് മനു അവിടുന്ന് ഇങ്ങനെ വൈജയന്തിയുടെ വായിന്ന് ഇങ്ങനെ മോശം വാക്കുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് മക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ മനു. അപ്പോഴേക്കും മക്കളും എല്ലാവരും അവരുടേതായിട്ടുള്ള റൂമുകളിലേക്കും പോകുന്നുണ്ട്. പിന്നീട് രേവതികുട്ടീനെയാണ് കാണിക്കുന്നത്. രേവതികുട്ടി ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് വിളിക്കും. രോഹിത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത്തേട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതികുട്ടി. അപ്പോൾ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്പറൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നീട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന പോയ കാര്യം പറയാനാണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ എനിക്കൊരു സങ്കടപ്പെടുന്ന കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനത്തെ കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ടതാണ് കേട്ടോ രേവതികുട്ടി രോഹിത്തിനോട് പറയുന്നത്. പക്ഷേ പറയാൻ പറ്റില്ല, നീ തന്നെയാണ് ഈ കാര്യം എന്നെ ഏൽപ്പിച്ചതെന്ന് പറയും. അപ്പോൾ അലീന ചേച്ചിയുടെ കാര്യമാണോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ അതേന്ന് പറയും. അലീന ചേച്ചി അവിടുന്ന് പോയി എന്ന് പറയുമ്പോൾ പോയോ, എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോവാന്ന് പറഞ്ഞു, പക്ഷേ പോകുമ്പോൾ യാത്ര പറയാൻ വിളിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതികുട്ടി. അപ്പം അച്ഛനും അലീന ചേച്ചി അതിലൂടെ വരാൻ നിന്നതാണ്, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വൈകി, അതുകൊണ്ടാണ് അതിൽ വരാതിരുന്നത് എന്ന് പറയും. ഇത്രയും സമയമായിട്ട് അലീന ചേച്ചി അവിടെ എത്തിയില്ലേ, എന്നിട്ടൊന്നും വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതികുട്ടി. അപ്പോൾ അലീന ചേച്ചി പോയാൽ ഇങ്ങനെ രോഹിത്തേട്ടന് വിഷമമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിഷമം ഞാൻ ആരോടും പറയാറില്ല എന്നൊക്കെ പറയേ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരോട് മാത്രമേ തുറന്നു പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ എന്നെ വിശ്വസിച്ചോ, എന്നെ വിശ്വസിക്കാലോ, അലീന ചേച്ചി എന്നെ ഭയങ്കര വിശ്വാസമാണ് എന്നൊക്കെ പറയും കേട്ടോ. രോഹിത്തേട്ടനെ അറിയാത്ത പല കാര്യങ്ങളും എൻ്റെ മനസ്സിലിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ എന്താ അതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രോഹിത്ത്. അപ്പോൾ ഇങ്ങനെ രോഹിത്തേട്ടൻ്റെ വീടിനെ പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്കാന്ന് അറിയാമെന്ന് പറയും കേട്ടോ രേവതികുട്ടി. എന്നാലും അതിൽ ഒരെണ്ണം പറയുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ പറയാൻ മനസ്സില്ല എന്നാണ് രേവതികുട്ടി ആണെങ്കിലും പറയുന്നത്. പിന്നീട് വൈജയന്തിമാല തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരുത്തും, രോഹിത്തേട്ടൻ്റെ അമ്മയാണല്ലോ അല്ലേന്ന്, ഇപ്പം എന്തായാലും സന്തോഷമായി കാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അമ്മയുടെ സാമ്രാജ്യം തിരിച്ചു കിട്ടിയ ഹാങ് ഓവറിലാണ് ഇവിടെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നീട് രേവതികുട്ടിയാണ് കേട്ടോ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പൗലൂസാണെങ്കിൽ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനേനെ പൗലൂസ് കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞ് വേണ്ടത്, എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ വീടൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ അടുക്കള കണ്ടപ്പോൾ അടുക്കളയും കൂടി കാണാൻ കയറിയതാണെന്ന് പറയും. അപ്പോൾ പൗലൂസ് പറയുന്നുണ്ട്, ഇവിടെ അടുക്കളയിലേക്കൊന്നും ആരും അങ്ങനെ വരാറില്ല, എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് പൗലൂസേ എന്നുള്ളൊരു വിളിയാണെന്ന് പറയും. പിന്നെ അങ്ങനെ കൂടുതൽ വിളിയൊന്നും വരാറില്ല, ഇവിടെ എല്ലാത്തിനും ഒരു സമയക്രമമുണ്ട്, ആ സമയമാകുമ്പോൾ അവിടെ എല്ലാം എത്തിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഗസ്റ്റ് ഒന്നും വരാറില്ലേന്ന്. അപ്പോൾ ഇവിടെ അങ്ങനെ ഗസ്റ്റ് ഒന്നും വരാറില്ലേന്ന്, പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മോള് വന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയോട് പിന്നീട് ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമാണ് എന്നൊക്കെ പൗലോസ് പറയുമ്പോൾ, അത്രയ്ക്കും ഇങ്ങനെ കർശനക്കാരനാണോ കേണൽ സാറ് എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ, മോൾ ഇതുവരെ എവിടെയായിരുന്നു എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാലായിലെ ഒരു വീട്ടിലായിരുന്നു എന്നും അറിയും. അപ്പോൾ പൗലോസ് ചോദിക്കും, അവിടെയാണോ സ്വന്തം സ്ഥലം എന്ന്. സ്വന്തം സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, ഞാനിങ്ങനെ സ്നേഹനികേതനിലാണ് വളർന്നതോ ഒക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെവിടെയാണ്, പാലായിലാണോ എന്ന് നോക്കുമ്പോൾ അല്ല, തിരുവനന്തപുരത്താണെന്ന് പറയൂ. അപ്പോൾ മോളുടെ കൂടെ വന്നത് ആരാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൗലോസ് അലീനയോട്. അപ്പോൾ അതെൻ്റെ അച്ഛനാണ് എന്നിങ്ങനെ പറയുമ്പോൾ, അച്ഛനോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ പൗലോസ് അലീനയോട്. ഒരു ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ പൗലോസ് അലീനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.